ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിലെ എഫ്ഐആറും കോടതിയിൽ സമർപ്പിച്ചു. രാഹുൽ 8ാം ദിവസവും ഒളിവിൽ തന്നെ. ബംഗളൂരു കേന്ദ്രീകരിച്ച് അന്വേഷണം. രാഹുലിന്റെ വിധിയിൽ തിരിച്ചടിയുണ്ടായാൽ പുറത്താക്കൽ നടപടിക്ക് കോൺഗ്രസ്. ഹൈക്കമാൻഡിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൂടുതൽ നടപടി ഉണ്ടാകൂ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിന്റെ കേസെന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 8ാം പ്രതിയെ പത്മകുമാർ വീണ്ടും ജയിലിലേക്ക്. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. പത്മകുമാറിനെ ദ്വാരപാലക ശില്പപാളി കടത്തിയ കേസിലും പ്രതിയാക്കി SIT റിപ്പോർട്ട്. കേസിലെ 6ാം പ്രതി S. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ജയിലിൽ സുഖവാസമെന്നും 2 മന്ത്രിമാരും ജയിലിൽ പോകേണ്ടി വരുമെന്നും ചെന്നിത്തല. പ്രതിപക്ഷം പാർലമെന്റിൽ ഉത്തരവാദിത്തം മറന്ന് പെരുമാറുന്നുവെന്ന് ശശി തരൂറിന്റെ വിമർശനം. ശൈത്യകാല സമ്മേളനത്തിന്റെ 4ാം ദിനവും പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ലേബർ കോഡ്, വായുമലിനീകരണം എന്നീ വിഷയങ്ങളും സഭയിൽ. വായുമലിനീകരണത്തിൽ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. PM ശ്രീയിൽ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി എന്ന് CPIക്ക് അഭിപ്രായമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ധർമ്മേന്ദ്ര പ്രധാനേക്കാളും വിശ്വാസം ബ്രിട്ടാസിനെ. PM ശ്രീയിൽ CPMനും CPIക്കും ഒരേ നിലപാടെന്ന് ബിനോയ് വിശ്വം. കേരളത്തിന് ആവശ്യമായ ഫണ്ട് ലഭിക്കാൻ ഇനിയും കേന്ദ്രമന്ത്രിമാരെ കാണുമെന്ന് ജോൺ ബ്രിട്ടാസ് MP.